we are discussing about the air to surrounding us. Lesson. Stand in front of the running table fan. What happens? Your clothes start flapping. Your hair is blown back. It is air that makes this happen. Air is all around us, but we cannot see the air. But we cannot live without air. Plants and animals also need air. Then we feel when the air is moves, moving air is called wind. നമ്മൾ പഠിച്ച important point ഒന്ന് ഏതാണ്? Moving air is called wind, and when the air moves gently, it is called breeze. Then sometimes the wind blows very fast and strong. The fast and strong wind is called storm. Storm cause damages to our house, crops and trees. നമ്മള് പഠിച്ചു അല്ലേ? എന്തൊക്കെയാണ്? നമ്മുടെ എല്ലാവരുടെയും ചുറ്റും എയർ ഉണ്ട്. വിത്തൗട്ട് എയർ വി കനോട്ട് ലീവ്. നമുക്ക് എയർ ഇല്ലാതെ ജീവിക്കാൻ വേണ്ടി പറ്റില്ല. പിന്നെ എന്താണ്? സാധാരണയായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന എയറിനെ നമ്മള് വിൻഡ് എന്ന് പറയുന്നു. Then wind blows very gently. We called it breeze. Then sometimes wind is very fast and strong. It is called storm. കൊടുങ്കാറ്റ് അല്ലേ? Then storm can cause damages to our house, crops, trees. നമ്മുടെ വീടുകൾക്കും നമ്മുടെ കൃഷികൾക്കും നമ്മുടെ മരങ്ങൾക്കും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ storm ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും. കൊടുങ്കാറ്റ് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും. പിന്നെ നമ്മൾ പറഞ്ഞ പോയിന്റ് എന്താണ്? എയർ ടേക്സ് അപ്പ് സ്പേസ്. എയറിന് എന്ത് വേണം? ഒരു സ്പേസ് ആവശ്യമാണ് അല്ലേ? കാറ്റിന് എല്ലായിടത്തും എന്ത് വേണം? ഒരു സ്പേസ് വേണം. Then take a balloon. It's an experiment. ഒരു ബലൂൺ നമ്മൾ എടുത്തിട്ട് blow into it. അതിന്റെ അകത്തേക്ക് എന്ത് ചെയ്യാം? ഊതുക. That means ബലൂൺ നമ്മൾ ഇങ്ങനെ ഊതി വീർപ്പിക്കുകയാണ്. Then how it becomes bigger and bigger. അത് വലുതായി വലുതായി വരുന്നത് കാണാം. എങ്ങനെയാണ് ഇതിങ്ങനെ ബിഗർ ആൻഡ് ബിഗർ ആയിട്ട് മാറുന്നത് എന്നുള്ളതാണ്. എയർ ഫിൽസ് അപ്പ് ദ സ്പേസ് ഇൻസൈഡ് ദ ബലൂൺ. ബലൂണിന്റെ അകത്തുള്ള സ്പേസിൽ എന്ത് ചെയ്യും? എയർ ഫിൽ ആവും അല്ലെ? വായു നിറയും. അങ്ങനെ നിറയും തോറും എന്ത് ചെയ്യും? ബലൂണ് ബിഗർ ആയിക്കൊണ്ടിരിക്കും, വലുതായിക്കൊണ്ടേയിരിക്കും. This shows that air takes up space. ഇത് കാണിക്കുന്നത് എന്താണ്? എയറിന് എന്താണ് സ്ഥിതി ചെയ്യണമെങ്കിൽ സ്പേസ് വേണം എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then air has many uses. പിന്നെ എയർ കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങൾ ഉണ്ട് നമുക്ക്. അതെന്തൊക്കെയാണ് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഇത്രയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇനി പറയാൻ പോകുന്നത് പുതിയ കാര്യങ്ങളാണ്. നന്നായിട്ട് ലിസൺ ചെയ്യാം. Air has many uses. We need air to breathe. Plants and animals also need air to breathe. വായു നമുക്ക് എന്തിനാണ്? നമുക്ക് എയർ, നമ്മുടെ ചുറ്റുമുള്ള കാറ്റ് നമുക്ക് ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമാണ് അല്ലെ? നമ്മൾ ശ്വാസം വലിക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുമ്പോൾ എന്താണ് പുറത്തേക്ക് പോകുന്നത്? എല്ലാവരും നന്നായിട്ടൊന്ന് ശ്വാസം എടുത്തിട്ട് നന്നായിട്ടൊന്ന് ശ്വാസം വിട്ടേ. എന്താണ് കാണാൻ പറ്റുന്നത് നോക്കട്ടെ. എന്താണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്? കാറ്റാണല്ലോ നമ്മുടെ പോകുന്നത്. നമ്മൾ മൂക്കിലെ കൂടെ ശ്വാസം എടുത്തിട്ട് നമ്മുടെ വായയിൽ കൂടെ പുറത്തേക്ക് വിടുമ്പോൾ എന്താണ്? എയർ ആണ് അല്ലേ? കാറ്റാണ് പോകുന്നത് അല്ലേ? സോ നമുക്കറിയാം എന്താണ്? വി നീഡ് എയർ ടു ബ്രീത്ത്. നമുക്ക് ശ്വസിക്കാൻ വേണ്ടിയിട്ട് എയർ ആവശ്യമാണ്. Then our plants and animals also need air to breathe. മരങ്ങൾക്കും എന്താണ്? മൃഗങ്ങൾക്കും ഒക്കെ എയർ വേണം, കാറ്റ് വേണം ശ്വസിക്കാൻ വേണ്ടി. സോ എല്ലാവർക്കും ബ്രീത്ത് ചെയ്യാൻ എന്ത്? എയർ ആവശ്യമാണ്. Then we fill air into food balls, cycle tires, swimming tubes and balloons. നമ്മള് ബലൂണിന്റെ അകത്തും ഫുട്ബോളിന്റെ അകത്തും പിന്നെ എവിടെയൊക്കെയാണ്? സൈക്കിളിന്റെ ടയറിന്റെ ഉള്ളില്, പിന്നെ നമ്മള് സ്വിം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ട്യൂബ്സ്. സ്വിം ചെയ്യാൻ ഉപയോഗിക്കുന്ന ട്യൂബ് കണ്ടിട്ടുണ്ടോ? അതായത് വെള്ളത്തിലൊക്കെ നീന്തൽ പഠിക്കുമ്പോൾ
നമ്മൾ താഴ്ന്നു പോവാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്താണ് ഒരു ട്യൂബ് തരും അല്ലേ, ഒരു റൗണ്ടിലുള്ളത്. അത് കണ്ടിട്ടുണ്ടോ? അതിന്റെ അകത്തൂടെ കയറിയിട്ട് നമ്മൾ വെള്ളത്തിന് ചാടുകയാണെങ്കിൽ എന്താണ്, നമ്മൾ വെള്ളത്തിൽ മുങ്ങിപ്പോവോ? ഇല്ലല്ലോ. അതിനുവേണ്ടി വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന സ്വിമ്മിങ് ട്യൂബ്സ്, ഇതിന്റെ അകത്തൊക്കെ നിറയ്ക്കുന്നത് എന്താണ്? എയർ ആണ്. ഇതിന്റെ അകത്തൊക്കെ ഉള്ളത് കാറ്റാണ്. നമ്മൾ കളിക്കാൻ വേണ്ടി വാങ്ങിക്കുന്ന ബോൾ അല്ലേ, ഫുട്ബോള്, ഹാൻഡ് ബോൾ, ഇങ്ങനെയുള്ള ബോളിന്റെ അകത്ത് എന്താണ്? എയർ ആണ്, കാറ്റാണ് അല്ലേ. സോ എയറിനെ കൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒക്കെ യൂസസ് ഉണ്ട്. Then we need air to light a fire and to keep it burning. നമുക്ക് എന്ത് വേണം? We need air to light a fire and to keep it burning. ഒരു തീ കത്തിക്കണമെങ്കിൽ അല്ലെ, ഫയർ ബേൺ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? എയർ വേണം അല്ലെ. നന്നായിട്ട് തീ കത്താത്ത സമയത്ത് നിങ്ങളുടെ അമ്മമാരൊക്കെ എന്ത് ചെയ്യും? അടുപ്പിൽ പോയിട്ട് ഊതാറുണ്ടോ? അവര് നന്നായിട്ട് ഊതുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചിലപ്പോൾ നിങ്ങൾ ഇപ്പൊ എന്താണ്, എല്ലാവരും ഗ്യാസ് സ്റ്റവും ഇൻഡക്ഷൻ കുക്കറും ഒക്കെ ആയതുകൊണ്ട്, എന്നാലും മിക്കവാറും വീടുകളിൽ എന്താണ്, വിറക് യൂസ് ചെയ്തിട്ട് കത്തിക്കുന്ന അടുപ്പുകൾ ഉണ്ടാവും അല്ലെ. അതിൽ തീ കത്താൻ വേണ്ടി എന്ത് ചെയ്യണം? നന്നായിട്ട് ഊതണ്ടേ, നന്നായിട്ട് നമ്മുടെ മൗത്ത് വെച്ച് ബ്ലോ ചെയ്യണം അല്ലെ. സോ നന്നായിട്ട് തീ കത്തിക്കാനും അത് നന്നായി കത്തി വരാനും ഒക്കെ നമുക്ക് എന്ത് വേണം? എയർ വേണം. Then moving air can dry clothes. നന്നായിട്ട് കാറ്റ് വീശിയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? നമ്മുടെ തുണികളൊക്കെ ഉണങ്ങുള്ളൂ അല്ലേ. നമ്മുടെ തുണികളൊക്കെ ഉണങ്ങണമെങ്കിൽ എന്ത് വേണം? നമ്മൾ നന്നായിട്ട് കാറ്റത്ത് തുണികളൊക്കെ കൊണ്ടിടണം അല്ലെ. നല്ല കാറ്റുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ തുണിയൊക്കെ ഡ്രൈ ആയി കിട്ടും അല്ലെ. കാറ്റ് എന്താണ്? മൂവിങ് എയർ ആണ് അല്ലെ. എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന എയർ ആണ് എന്ത്? കാറ്റ്. Then fast moving air can turn the blades of the windmill. We use windmills to bring wood grain, pump water and generate electricity. എന്താണ്? എപ്പോഴും നന്നായി കാറ്റ് വീശുകയാണെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? നമ്മുടെ വിൻമില്ലിന്റെ ബ്ലേഡ് ഒക്കെ നന്നായിട്ട് കറങ്ങുള്ളൂ അല്ലെ. വിൻമില്ല് എന്ന് വെച്ചാൽ എന്താണ് നിങ്ങൾക്ക് അറിയാമോ? കാറ്റ് കൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു, കാറ്റിന്റെ ഹെൽപ്പോടെ നടക്കുന്ന ഒരു പ്രോസസ് ആണ് വിൻമില്ല് നടക്കുക. അതായത് കാറ്റ് വരുമ്പോൾ നന്നായിട്ട് നീളമുള്ളൊരു നിങ്ങൾക്ക് അതിപ്പോ എങ്ങനെയാ പറഞ്ഞു തരിക? മിക്കവാറും ചില സ്ഥലങ്ങളിൽ കാണാൻ വേണ്ടി കഴിയും വിൻമില്ല്. നല്ല കാറ്റുള്ള സ്ഥലങ്ങളിൽ ഈ വിൻമില്ല് സ്ഥാപിക്കും. ദെൻ അതിൽ കൂടെ നന്നായിട്ട് കാറ്റടിക്കുമ്പോൾ അതിന്റെ ബ്ലേഡ് നന്നായിട്ട് റൗണ്ട് ചെയ്യും, നന്നായിട്ട് കറങ്ങും. അങ്ങനെ ആ സമയത്ത് അതിൽ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ വാട്ടർ പമ്പ് വാട്ടർ ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ നമ്മുടെ ഫുഡ് ഗ്രെയിൻസ് ഒക്കെ ഗ്രിൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിന്റെ ഒക്കെ ചെയ്യാൻ വേണ്ടി ചില ഫാക്ടറീസിലോ അല്ലെങ്കിൽ നന്നായിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യും? വിൻമില്ല് അവിടെ സ്ഥാപിക്കും. വിൻമില്ല് എന്ന് വെച്ചാല് കാറ്റ് വരുമ്പോൾ അതിന്റെ ഹെൽപ്പോട് കൂടി പ്രോസസിങ് നടക്കുന്ന ഒരു, നിങ്ങൾ ചിലപ്പോ എവിടെയെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ, വല്ല ഫിലിംസിലോ അല്ലെങ്കിൽ നമ്മുടെ വൈക്ര സ്കൂളിൽ പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടാവും. നമ്മുടെ അടുത്തുള്ള വൈക്ര സ്കൂള് കണ്ടിട്ടുണ്ടോ? അത് അവിടെയൊക്കെ വിൻമില്ല് ഉണ്ട്. അതായത് നന്നായി കാറ്റ് വരുമ്പോൾ ആ സാധനം നന്നായിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യും. അപ്പോഴതിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഒക്കെ നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ ഫുഡ് ഗ്രെയിൻസ് ഒക്കെ ഗ്രിൻഡ് ചെയ്യാം. അങ്ങനെ ഒരുപാട് യൂസസ് ഉണ്ട് വിൻമില്ലും കൊണ്ട്. അപ്പൊ ഈ വിൻമില്ല് വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നല്ല വിൻഡ് വേണം. വിൻഡ് മില്ല് എന്താണ്? വിൻഡിന്റെ ഹെൽപ്പ് കൊണ്ടാണത് അതിന്റെ പ്രോസസിങ് ഒക്കെ നടക്കുന്നത്. സോ ഫാസ്റ്റ് മൂവിങ് എയർ ക്യാൻ ടേൺ ദ ബ്ലേഡ്സ് ഓഫ് ദ വിൻഡ് മിൽ. നന്നായിട്ട് മൂവ് ചെയ്യുന്ന എയർ ഉണ്ടെങ്കിൽ, ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന എയർ ആണ് എന്ത്? വിൻഡ് അല്ലേ, കാറ്റ്. സോ നല്ല കാറ്റുണ്ടെങ്കിൽ മാത്രമേ വിൻമില്ലിന്റെ പ്രോസസിങ് ഒക്കെ നടക്കുള്ളൂ. എന്താണ് ഷബറ? വാട്ട് ഹാപ്പൻ? എന്താണ് മോളെ? ഇടക്ക് സ്റ്റക്ക് ആവുന്ന. മിസ്സിന്റെ വോയിസ് ആണോ വീഡിയോ ആണോ? വോയിസ് ആണോ? എല്ലാവർക്കും ഉണ്ടോ പ്രോബ്ലം? കുറച്ച് പേർക്കില്ല, കുറച്ച് പേർക്കുണ്ട്. ആക്ച്വലി നമ്മുടെ ഈ സിസ്റ്റത്തിന് എന്തോ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. നമ്മുടെ ലാപ്ടോപ്പിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. അതിന്
വല്ലാത്ത ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട് സൗണ്ടിന്റെ. നിങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കുന്നുണ്ടോ എന്ന് അറിയില്ല. സൗണ്ടിന്റെ നല്ല ഡിസ്റ്റർബൻസ് ഉണ്ട്. സോ ചിലപ്പോ അതുകൊണ്ടായിരിക്കാം നേരത്തെ നമ്മുടെ സിസ്റ്റത്തിന് എന്തോ ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. വല്ലാത്തൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. മിസ്സിന് നല്ല ഡിസ്റ്റർബൻസ് ഉണ്ട്. ഞാൻ കരുതി നിങ്ങൾക്ക് അത് കേൾക്കുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? എന്തെങ്കിലും വല്ലാത്ത ശബ്ദം ഉണ്ടോ ഇവിടുന്ന് കേൾക്കുന്നു? ഓക്കെ, അത് നമ്മുടെ സിസ്റ്റത്തിന്റെ ആണ് കേട്ടോ മക്കളെ. ഞാൻ നന്നായിട്ട് ശ്രദ്ധിക്കുക, ഇങ്ങോട്ട് തന്നെ ശ്രദ്ധിച്ചിരിക്കുക. Then air helps gliders to move. Gliders ഒക്കെ മൂവ് ചെയ്യണമെങ്കിൽ അല്ലേ എന്ത് വേണം? എയർ വേണം. കേൾക്കുന്നുണ്ടോ മക്കളെ? യെസ്, ഓക്കെ. നമ്മുടെ ഈ സിസ്റ്റത്തിന് എന്തോ ചെറിയ പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഡിസ്റ്റർബൻസ് തോന്നുന്നത് കേട്ടോ. So listen. We are discussing about the uses of air. Air has many uses. Air എന്താണ്? ഒരുപാട് ഉപയോഗങ്ങൾ ഉണ്ട്. നമ്മൾ പറഞ്ഞു അല്ലേ? We need air to breathe, and plants and animals also need air to breathe. Then we fill air into food bottles, cycle tires, swimming tubes, and balloons. Then we need air to light a fire and to keep it burned. Moving air can dry cloth. Then fast moving air can turn the blades of the windmill. Then we use windmills to bring food grains and pump water. Then generate